ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കമലാമ്മ നേരെ ഈ താലിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഈ താലി വലിച്ചു പൊട്ടിക്കട്ടെ, എന്നിട്ട് ആ കുട്ടിയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കട്ടെ, അത് ഏട്ടന് സഹിക്കാനായിട്ട് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വാ, നമുക്കിപ്പോൾ തന്നെ പോയി ആ കുട്ടിയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാം. ആ കുട്ടി അങ്ങനെയെങ്കിലും വിശ്വസിക്കട്ടെ, ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് മനസ്സിലാക്കട്ടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കമലയുടെ ഭർത്താവാണെങ്കിൽ, കമലെ, നീ ആ താലിൽ നിന്ന് വിട്ടണ്ടേ, അത് വിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകും. ഓ, അപ്പം അറിയാട്ടനല്ലേ അത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണെന്ന്. ഈ താലിയുടെ മഹാത്മ്യം ഏട്ടൻ നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ എന്തിനായിട്ടാ നമ്മൾ മാത്രം ഇങ്ങനെ പിടിവാശി പിടിക്കുന്നത്? ആ കുട്ടിയും ആ കാര്യങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത്. ആ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് ആ കുട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ദഹിച്ചൊന്നുമില്ല. അപ്പോൾ ഇയാളാണെങ്കിൽ വീണ്ടും പറയാണ്, കമലേ, നീ അതും ഇതൊക്കെ പറയും, പക്ഷെ നീ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നീ ആ കുട്ടിയുടെ മനസ്സ് മാറ്റാനായിട്ട് നിൽക്കരുത്. നിൻ്റെ മോൻ്റെ ആ ഒരു മോനോടുള്ള ഇഷ്ടമാണ് നിൻ്റെ മനസ്സിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇളയ മരുമകൾ രാവിലെ തന്നെ പെരക്കാവൊക്കെ തുടക്കാൻ വേണ്ടി വന്നിരിക്കുക. ആ സമയത്ത് വേദ നല്ല ഉറക്കം, വേദയുടെ ഉറക്കവും അടുത്ത ആ കൊതുകുതിയും കത്തിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സീനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര കുശുമ്പ് വരികയാണ്. ഓ, ഇപ്പം ഇന്നലെ രാത്രി നല്ല ഉറക്കമായിരുന്നല്ലേ, സുഖിച്ച് കെട്ടില്ലമ്മ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ, കാണിച്ചു തരാം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും 8 മണിയായിട്ടും എണീക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർ നേരെ പുറത്തേക്ക് പോയിട്ട് ശ്രീചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ശ്രീജിയാണെങ്കിലും മുറ്റം അടിക്കുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും, അതെ, അവിടെ കണ്ടില്ലേ, കിടന്ന് 8 മണിയായിട്ടും എണീറ്റിട്ടില്ല. ആരുടെ കാര്യമാണ്? ഇവിടെ ഇന്നലെ കയറി വന്ന കെട്ടിലമ്മയില്ലേ, ആ കെട്ടിലമ്മ തന്നെയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതുവരെ എണീറ്റിട്ടില്ല. 6 മണി കഴിഞ്ഞ് 1 മിനിറ്റെങ്കിലും കൂടുതൽ ഉറങ്ങാനായിട്ട് ഇവിടുത്തെ അമ്മ നമ്മളെ സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇവൾക്ക് മാത്രം എന്താ കൂടുതൽ ആചാരങ്ങൾ? അവളിപ്പം അങ്ങനെ ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഞാനൊരു കാര്യം പറയണ കേൾക്ക്, അവൾ നല്ല രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഇത്ര സമയമായിട്ട് എണീക്കാതിരിക്കുന്നത്. ഓ, അതൊന്നുമല്ല. നമ്മളിവിടുത്തെ ജോലികൾ മുഴുവനും ചെയ്യുന്നില്ലേ, അപ്പോൾ അവളും ജോലി ചെയ്യണ്ടേ? ശ്രീചേച്ചി, ഇങ്ങനെ വെറുതെ വിട്ടാലൊന്നും ശരിയാവില്ല കേട്ടോ. ശരി, ഈ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാൻ പോയി ഏതായാലും വിളിക്കാവളെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജാണെങ്കിൽ നേരെ അകത്ത് കയറി പോവുകയാണ്. അപ്പോൾ ഇളയ മരുമകളാണെങ്കിൽ മനസ്സ് ചിന്തിക്കുകയാണ്, ഓ, ഇവളുടെ പറച്ചിലായിട്ടാ തോന്നുമല്ലോ ഇന്നലെ കൊതുകുതിരിയൊക്കെ കത്തിച്ചു കൊടുത്തത് ഇവളാണെന്ന്. അങ്ങനെ ഇപ്പം സൂഹിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ ശ്രീ എന്ന് വേദയെ വിളിക്കുകയാണ്. വേദേ, മോളെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദ ചാടി എണീക്കുകയാണ്. ആഹാ, നല്ല ഉറക്കമായിരുന്നല്ലേ? അയ്യോ, ഞാൻ ഉറങ്ങിപ്പോയി. സമയം എത്രേ? 8 മണി കഴിഞ്ഞു. അയ്യോ, എന്നെ കുറച്ചും കൂടി നേരത്തെ വിളിക്കായിരുന്നില്ലേ? ഞാൻ ഉറങ്ങിപ്പോയത് കൊണ്ടാ, ഞാൻ അറിഞ്ഞില്ല സമയം പോയത്. ഒന്നും സാരമില്ല, ഫ്രഷ് ആവണ്ടേ, എണീറ്റ് പോയി ഫ്രഷ് ആവ് എന്നും പറഞ്ഞുകൊണ്ട് വേദയെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീജിയാണെങ്കിൽ, അയ്യോ പാവം കുട്ടി ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ പിന്നെ പാവം കുട്ടി, അത് പാവമൊന്നുമല്ല, അവൾ ഈ കുടുംബം മുടിക്കാൻ വേണ്ടിയാണ് കയറി വന്നിരിക്കുന്നത് എന്ന് ഇളയ മരുമകളും കൂടെ പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ വിക്രമാണെങ്കിൽ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് വേദ വന്നിട്ട് ബാത്റൂമിൻ്റെ കതക് പിടിച്ച് തട്ടുകയാണ്. ആരാ, എന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വേദമൊന്നും മിണ്ടുന്നില്ല. വീണ്ടും കതക് പിടിച്ച് തട്ടുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, ഞാൻ കുളിക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾ എന്തിനാണ്, ആരാ വന്ന് കതക് മുട്ടുന്നത്? വീണ്ടും കതക് മുട്ടുകയാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വിക്രമിന് അരിശം വന്നിട്ട് ആ സോപ്പൊക്കെ മോത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഷവറും പൂട്ടിയിട്ട് നേരെ കതക് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നിൽക്കുന്നു വേദ. അപ്പോൾ കലി വരികയാണ്. നിനക്ക് കണ്ണ് കണ്ടുകൂടി, ഞാൻ ഇവിടെ കുളിക്കുന്നതല്ലേ, പിന്നെന്തിനാ എപ്പോഴും കതക് പിടിച്ച് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നത്? വേദ ഒന്നും മിണ്ടിയില്ല. വേദ വിക്രത്തിൻ്റെ കൈ പിടിച്ച് വലിച്ച് നേരെ പുറത്തേക്ക് ഇടുകയാണ്. വിക്രമാണെങ്കിൽ എൻ്റെ അമ്മോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വേദ നേരെ ബാത്റൂമിലേക്ക് കയറി പോവുകയാണ്. ബാത്റൂമിലേക്ക് കയറിപ്പോയിട്ട്, എടി വാലോർക്കടി, ഇതെന്തീ കാണിച്ചു വിടുന്നത്? ഞാൻ കുളിച്ച് കംപ്ലീറ്റ് ആക്കിയില്ലല്ലോ, അതിന് മുമ്പ് നീ അകത്തേക്ക് കയറിപ്പോയോ? അപ്പോൾ എല്ലാവരും ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ അമ്മയും വരികയാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എടാ വിക്രം, നീ എന്താണ് ഈ കോലത്തിൽ? അമ്മ കണ്ടില്ലേ, അവൾ ബാത്റൂമിലേക്ക് കയറിപ്പോയി, ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് പോലുമില്ല. അവൾ ബാത്റൂമിൽ കയറിപ്പോയെങ്കിലും ഇറങ്ങും, അപ്പം നീ കയറിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇത് വല്ലാത്ത കഷ്ടം തന്നെയാണല്ലോ. അപ്പോൾ ഇളയ മരുമകൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനോട് പറയണം, നിങ്ങളതൊന്ന് നോക്കിക്കണ്ടേ. എന്താടി, അതൊന്ന് നോക്കൂ മനുഷ്യ, ഇന്നലെ കയറി വന്നവള് നമ്മുടെ വീട് കിടന്ന് ഭരിക്കുന്നത് കണ്ടില്ലേ? വിക്രത്തിനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൾ ബാത്റൂമിലേക്ക് കയറി പോയിരിക്കുന്നു. നിങ്ങളുടെ അനിയൻ തുണിയിലാ നിൽക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളു.
അവൾ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയതേ ഉള്ളൂ. കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ദേ വരുന്നു വേദ ബാത്റൂം തുറന്നുകൊണ്ട്. അപ്പോൾ വേദ വിക്രമിനോട് പറയാണ്, കുളിച്ച് കംപ്ലീറ്റ് ആക്കാനില്ലേ? പോയി കയറാൻ ചെല്ലുട മാഷേ, എന്തിനാ ഇങ്ങനെ കണ്ണുപിടിച്ച് നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ ഒന്നും അറിയാത്ത രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നേരെ അകത്തേക്ക് കയറാനുള്ള ശ്രമത്തിൽ. അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്ക് ആ ഇളയ മരുമകൾ വന്നിട്ട് പറയാണ്, ദേ നിന്നോട് ആരാ പറഞ്ഞത് പെർമിഷൻ ഇല്ലാതെ ഞങ്ങളുടെ ബാത്റൂം ഉപയോഗിക്കാനായിട്ട്? തേട്ട വേദ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ശ്രീജ, എന്താടി പറയുന്നത്? ആ ബാത്റൂം ഉപയോഗിച്ചെന്ന് വിചാരിച്ച് ഇപ്പം എന്താ പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത്? ദേ നീ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്ന നിൽക്കല്ലേ. അപ്പോൾ ശ്രീജയുടെ ഭർത്താവാണെങ്കിൽ അത് ശരിയാ, പിന്നെ ഓരോരോ സാഹചര്യങ്ങളല്ലേ, മനുഷ്യന് പിടിച്ചു നിർത്താൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ചെയ്തല്ലേ മതിയാവുള്ളൂ എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഈ ഇളയ മരുമകളുടെ ഭർത്താവ് ആണെങ്കിൽ ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഇവരകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇളയ മരുമകൾ ഭർത്താവിനോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ദേ കണ്ടില്ലേ, ശ്രീചേച്ചിയുടെ ഭർത്താവ് ദേ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. നിങ്ങൾ എന്താ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാതിരുന്നത്? എന്താ മനുഷ്യ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ഞാനൊരു കാര്യം പറയട്ടെടി, ഈ പട്ടിയുടെ വാല് കുഴലിലിട്ട് നിവർത്താൻ ശ്രമിച്ചാലും അത് നിവരാറില്ലല്ലോ. ഇല്ല. അതേപോലെ തന്നെയാണ് ചില സാഹചര്യങ്ങളുടെ കാര്യവും അതേപോലെ തന്നെ സത്യസന്ധതയും സത്യാവസ്ഥയും ഒക്കെ മനസ്സിലാക്കി നമ്മൾ പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും. അതാണ് വേണ്ടത്. അത് ശരിയാണല്ലേ. അതെ അത് ശരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഭർത്താവ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങേരെന്താണെന്നാലും പട്ടിയുടെ വാല് കൊള്ളിട്ട നേരാവില്ലെന്ന് പറഞ്ഞ് ഈ പട്ടിയെന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ഇനി എന്നെയാണോ? അയാളെ ഞാനില്ല ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവൾ ഭയങ്കര ദേഷ്യപ്പെട്ട് നേരെ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇളയ മോനാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ ഭയങ്കര ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരിക. ആ സമയത്താണ് അച്ഛൻ തൂമ്മ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അച്ഛനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ഫോണൊന്ന് നിർത്തുകയാണ്. അച്ഛാ അത് പിന്നെ നടന്നിട്ടൊന്നുമില്ല, ഒരു സ്ഥലത്തിൻ്റെ ഏർപ്പാടാണ്. ശരി ആയിക്കോട്ടെ, കാലത്ത് തന്നെ ലക്ഷങ്ങളുടെ കണക്കാണല്ലോ പറയുന്നത്, നല്ല കാര്യം തന്നെയാ, നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ നേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് കമലമ്മയും ഇളയ മരുമകളും കൂടി ചേർന്ന് മുരിങ്ങ ഇല കിള്ളുകയാണ്. പക്ഷേ ഇളയ മരുമകൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഫോണിൽ നോക്കുക, മുരിങ്ങ ഇല കിള്ളുക, ഇത് തന്നെ. അപ്പോൾ മൂത്ത മരുമകൾ ശ്രീജിയാണെങ്കിൽ ചായ ആയിട്ട് വരികയാണ്. ഇളയ മരുമകൾക്കും അമ്മയ്ക്കും ചായ കൊടുക്കുകയാണ്. അപ്പോൾ മറ്റൊരു ചായ കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇത് ഏട്ടനുള്ളതാണ്, ഇനിയിപ്പോൾ ഏട്ടനെ കൊണ്ട് അവിടെ വനെ കൊണ്ട് കൊടുക്കണ്ടേ. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വേദ ആ നിലത്ത് തന്നെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് കൊണ്ടുവന്ന് ചായ കൊടുത്തിട്ട് ചായ കുടിക്കാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല എന്ന് വേദ പറയുകയാണ്. അങ്ങനെ വേദ അത് പറഞ്ഞപ്പോഴേക്കും കുടിക്കുന്നേ, ഒരു കോഫി കുടിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കോഫിയും കൊണ്ട് നേരെ വേദയുടെ അടുത്തിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേ അച്ഛൻ കയറി കമല എന്ന് വിളിച്ചുകൊണ്ട് വരിക. അച്ഛൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീജ പേടിച്ചു പോയി. ശ്രീജ ചാടി എണീറ്റിട്ട് അച്ഛാ ഇന്ന് അച്ഛൻ ചായ. ചായയോ? എനിക്ക് തന്നെയാണോ ഇത്? കമല എനിക്ക് തോട്ടത്തിൽ കൊണ്ടുവന്ന് ചായ തന്നാണല്ലോ, പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ ശ്രീജ ഒന്നും മിണ്ടുന്നില്ല. കമല എനിക്കേ ഇതെടുത്ത് തന്നും പറഞ്ഞുകൊണ്ട് കമലയും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും ഇളയ മകൻ വന്നിട്ട് ഈ ചായ എടുത്ത് കുടിച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ വേദയ്ക്ക് ഒരു തുള്ളി ചായ പോലും കൊടുത്തില്ല. അല്ലെങ്കിലും എന്തിനാ ഇവളൊക്കെ ചായ കുടിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. വേദ രാവിലെ തന്നെ കുളിച്ച് പൂജാ റൂമിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി നല്ലൊരു കടുപ്പത്തിൽ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് വേദയ്ക്ക് കൊടുത്ത് അങ്ങനെ വേദയെ കുടിപ്പിക്കുന്ന ആ ഒരു രംഗങ്ങൾ വേദ സങ്കടത്തോടു കൂടി തന്നെ ആലോചിക്കുക. അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നു വിക്രം. അതേ ഒരു കോഫി തരാമോ ശ്രീ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി വരിക. അപ്പോൾ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേരിക്കുന്നു വേദയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നോക്കുന്ന നോട്ടം കണ്ടില്ലേ, വേദാളം, ഇവൾ എന്നെ വിട്ട് പോകില്ലെന്ന് തോന്നുന്നത് എന്നും വിചാരിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി ശ്രീജയുടെ കയ്യിൽ നിന്ന് ചായ മേടിക്കുക. അപ്പോൾ ശ്രീജയുടെ കയ്യിൽ നിന്ന് ചായ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കുടിച്ചോ ചായ? അപ്പോൾ ശ്രീജ വേദയെ ഒന്ന് നോക്കിയാണ്, വേദ വിക്രത്തെയും. ഞാൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ചായ കുടിച്ചോ എന്നാണ് ചോദിച്ചത് എന്ന് വിക്രം സംസാരിക്കുകയാണ്. അങ്ങനെ ശ്രീജ ചായ കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രം നേരെ
വേദയുടെ മുന്നിൽ കസാരയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ആ ചായ ഒന്ന് മണത്ത് നോക്കുകയാണ്. അതുകൊണ്ട് പതിയൊന്ന് കുടിച്ചു നോക്കിയാണ്. ഹാ ഹാ, എൻ്റെ അമ്മേ, എന്തൊരു നല്ല മണമാണ്, നല്ല അരോമ, ഫിൽട്ടർ കോഫിയേക്കാളും വിട്ടുവെന്ന് തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ വേദയെ കൊതിപ്പിക്കുന്ന രീതിയിൽ വിക്രം അവിടെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോഴും വേദയ്ക്ക് ഒരു കുലുക്കവും ഇല്ല. അങ്ങനെ വേദ വിക്രമിനെ തന്നെ കണ്ണും മിഴിച്ച് നോക്കിയാണ്. എന്താ ഇങ്ങനെ നോക്കുന്നത്? ദേ, ഈ കോഫി വേണോ? ഷോ, എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാം ഫിൽറ്റർ കോഫി എല്ലാം കുടിച്ച് വളർന്നതല്ലേ, ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ. ചിലപ്പോൾ ഇത് കിട്ടിയെന്നും വരില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ വിക്രത്തിൻ്റെ ചായ എടുത്തിട്ട് നേരെ താഴത്തേക്ക് വെക്കുക. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വിക്രം സംസാരിക്കുകയാണ്. ദേ, ഇപ്പം തന്നെ പറഞ്ഞോ, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ജീവിക്കാം, നല്ല സുഖത്തോടും സൗഭാഗ്യത്തോടും കൂടി തന്നെ ജീവിക്കാം. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോന്നേ, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വയ്ക്കുക. പക്ഷേ വിക്രമിൻ്റെ ഈ സംസാരമൊന്നും കേൾക്കാനായിട്ട് വേദ തയ്യാറായില്ല. വേദ താഴ്ത്തി വെച്ചിരിക്കുന്ന ആ ചായ തന്നെ നോക്കിയാണ്. അപ്പോൾ വിക്രത്തിൻ്റെ ആ ഒരു സംസാരം കേൾക്കാതായി കഴിഞ്ഞപ്പോഴേക്കും വിക്രം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവള് ചായയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിന് ആകെ പേടി. കാരണം 2 പ്രാവശ്യം വിക്രത്തിൻ്റെ കാലിലൊഴിച്ചതാ ചായ. അതിനുശേഷം ഈ വേദ പറയാണ്, ഞാനേ ഇവിടെ എല്ലാവരും നിൽക്കുന്നത് കൊണ്ടാ ചായ കാലിലൊഴിച്ചത്, ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ മുഖത്ത് ഞാനത് ഒഴിച്ചാനേ. അപ്പോൾ വിക്രത്തിന് പേടിയായി. ആ വിക്രം ചായ എടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും വേദ കയറിയ ചായ എടുക്കുകയാണ്. അപ്പോൾ വിക്രം പേടിച്ചു പോയിട്ട്, അയ്യോ എൻ്റെ മുഖത്തേക്ക് ചായ ഒഴിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുഖം പൊത്തിപ്പിടിക്കുക. അപ്പോൾ വേദയാ ആ ചായ എടുത്തിട്ട്, ഹലോ, എന്താ ഇങ്ങനെ പേടിക്കുന്നത്? കുടി ചായ, നല്ല കോഫിയല്ലേ, നല്ല മണമുള്ള കോഫി, അതുകൊണ്ട് ഈ കോഫി അങ്ങോട്ട് കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറത്തുനിന്ന് ആരോ വിക്രമേട്ട വിക്രമേട്ട എന്ന് വിളിക്കുന്ന ശബ്ദം. വിക്രം പുറത്തിറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു അമ്മയും കൊച്ചാണ് വന്ന് നിൽക്കുന്നത്. ഇത് കണ്ട വിക്രത്തിനാകെ ടെൻഷൻ. വിക്രമാണെങ്കിൽ, അയ്യോ നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നത്, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയാണ്. നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പോരായിരുന്നില്ലേ? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? അതല്ല വിക്രമേട്ടനെ കാണുമെന്ന് മോള് വാശി പിടിച്ചു, അതുകൊണ്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, വിക്രമേട്ടൻ്റെ അനുഗ്രഹം മേടിക്കാൻ. എൻ്റെ അനുഗ്രഹമോ? എന്തിന്? വിക്രമേട്ടനൊരു കാര്യം അറിയോ? എൻ്റെ കൊച്ചാ ക്ലാസ്സിൽ ടോപ്പ്, എല്ലാത്തിനും ഫുൾ മാർക്ക് മേടിച്ചാ അവൾ ജയിച്ചിരിക്കുന്നത്. ഇത് കേട്ടോ വിക്രത്തിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് നമ്മൾ ഒളിഞ്ഞുനിന്ന് കേൾക്കുകയാണ് വേദ. അപ്പോൾ ഈ സ്ത്രീ വീണ്ടും പറയാണ്, വിക്രമേട്ട, അങ്ങേര് എന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാനും മോളും തനിച്ചായി. പലവരും എൻ്റെ വീടിൻ്റെ വാതിക്കൽ വന്ന് കതക് മുട്ടാത്തതേ അത് വിക്രമേട്ടൻ കാരണമാണ്. എല്ലാവരും ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നിർത്തിയത് കൊണ്ടാണ് എൻ്റെ മോൾക്ക് ഇങ്ങനെ പഠിക്കാനും കാരണം അത് വിക്രമേട്ടൻ കാരണമാണ്. അപ്പോൾ എൻ്റെ മോൾക്ക് നല്ലൊരു രീതി വരുമ്പോൾ ഞാൻ വിക്രമേട്ടൻ്റെ അടുത്ത് വരണ്ടേ? വിക്രമേട്ടനെ കണ്ട് അനുഗ്രഹം മേടിക്കണ്ടേ മോളെ? അനുഗ്രഹം മേടിക്കും മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ കൊച്ചാണെങ്കിൽ വിക്രത്തിൻ്റെ കാൽക്കലേക്ക് വീഴുകയാണ്. അയ്യോ മോളെ, എന്താ മോളെ കാണിക്കുന്നത്? ദേ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയല്ലല്ലോ ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത്. ഒരേ മനുഷ്യൻ്റെ ഓരോ കടമകൾ. പിന്നെ മോളെ നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നെൽസൺ മണ്ടേലിലെ ചില ഡയലോഗുകളെല്ലാം അവിടെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കൊച്ചിന്. ഇത് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനും വളരെ സന്തോഷം തോന്നിക്കണം. അപ്പോഴാണ് വേദയ്ക്കൊരു കാര്യം മനസ്സിലായത്, വിക്രമിന് നല്ല പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളൊരു ചെറുപ്പക്കാരനാണെന്ന്. അപ്പോൾ വിക്രം പറയാണ്, പഠിക്കാത്തതിൻ്റെ ആ ഒരു വിഷമം ശരിക്കും മനസ്സിലാക്കിയതാണ് ഞാൻ, പഠിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമം. ദേ, മോള് പഠിച്ച് നല്ല വലിയൊരാളാവണം കേട്ടോ, എന്ത് സഹായമാണെങ്കിലും ദേ ഈ അങ്കിള് ചെയ്തു തരും, താങ്ക് യു അങ്കിളെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നിയാണ്. കാരണം നല്ലൊരു ഭർത്താവിനെ തന്നെയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാകുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയും വേദയുടെ അമ്മയും കൂടി വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊരു ഡൗട്ട്, ഇത് തന്നെയാണ് വീടെന്ന്, അത് ഇത് തന്നെയാണ് വീട് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു വിക്രം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നേരെ ഓടി ചെല്ലുകയാണ്. അതേ വേദയുടെ മുത്തശ്ശിയല്ലേ? അതെ, അയ്യോ ദയവ് ചെയ്ത് ദേ അവരെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കാൽക്കൽ വീഴുകയാണ്. അയ്യോ മുത്തശ്ശി തെറ്റിദ്ധരിക്കേണ്ട, ബഹുമാനമൊന്നല്ല, ഇതിൽ കൂടുതൽ കീഴടങ്ങാനായിട്ട് എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ടാണ്. ദേ ഈ വേദയെ കൊണ്ടേ വല്ലാത്ത ശല്യമാണ് ആ വേതാളത്തെ കൊണ്ട്. വേതാളത്തിൻ്റെ അമ്മയായിരിക്കല്ലോ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവന്നാക്കി തന്നെയല്ലേ ആ വേതാളത്തിനെ, എന്നിട്ട് വീണ്ടും എന്തിനാണ് ഇങ്ങനെ പറഞ്ഞയച്ചത്? വല്ലാത്ത ദുരന്തം തന്നെയാട്ടോ, എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് പോകണം ദയവ് ചെയ്ത് എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ബൈക്ക് എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ
നമ്മുടെ അമ്മ ആ ഒരു ഉമ്മറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയുടെ മുത്തശ്ശിയും അമ്മയാണെന്ന് തോന്നുന്നത്. അപ്പോൾ വേദ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും വന്ന് നിൽക്കുക. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് വളരെയേറെ സന്തോഷം. വേദ ഓടി ചെന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്, മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ വേദയുടെ ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചോദിക്കുകയാണ്, നിനക്കിവിടെ വല്ലാത്തൊരു കഷ്ടപ്പാടാണല്ലേ? ഇല്ലമ്മേ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. എൻ്റെ പൊന്നു മോളെ, ഞാൻ നിൻ്റെ അമ്മ മാത്രമല്ല, ജസ്റ്റിസിൻ്റെ ഭാര്യയും കൂടി തന്നെയാണ്. അപ്പോൾ നിൻ്റെ ഒരു അവസ്ഥ കണ്ടുമ്പോൾ എനിക്ക് ഊഹിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ദേ വരുന്നു അച്ഛൻ. ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇത് വേദയുടെ മുത്തശ്ശിയും അമ്മയാണെന്ന് പറയണം. അയ്യോ, പുറത്ത് നിൽക്കുകയാണ്, അകത്തേക്ക് കയറി വാ. കമലേ, എന്ത് പരിപാടിയാണ് കാണിച്ചത്? എന്തിനിവരെ പുറത്ത് നിൽക്കുന്നത്? അകത്തേക്ക് കയറി വാ. അയ്യോ, ഇവരിപ്പോൾ വന്നതേ ഉള്ളു. വാ, നിങ്ങൾ അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ക്ഷണിച്ച് നേരെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഈ അമ്മ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ ബാഗ് തറയിലിരിക്കുന്നതാ കാണുന്നത്. മോളെ, നിന്റെ ബാഗല്ലേ അത് എന്ന് ചോദിക്കുകയാണ്. പക്ഷേ വേദയ്ക്ക് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റിയില്ല. അപ്പോൾ ഈ അമ്മ പറയാണ്, ഇപ്പം മനസ്സിലായി, നിന്റെ സ്ഥാനം ഇവിടെയാണല്ലേ മോളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.